നമുക്ക് നല്ല നാടൻ മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി മാങ്ങ തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തത് 2 എണ്ണം. അതുപോലെ തന്നെ മാങ്ങ അരിഞ്ഞത് ഉപ്പിൽ തിരുമ്മി വെച്ചതാണ്. ഏകദേശം നമ്മൾ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാനുള്ളത്: വെളുത്തുള്ളി ഒരു 6 ഇതള് നടുമുറിച്ചത്, മൂത്ത നല്ല കറിവേപ്പില ഒരു 2 ഇതള്, അതുപോലെ തന്നെ കടുക് വറുത്ത് പൊടിച്ചത് ഒരു 3/4 ടീസ്പൂണ്, പിന്നെ ഉലുവ ഒരു 3/4 ടീസ്പൂണ് വറുത്ത് പൊടിച്ചത്, കായപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു പാനിലേക്ക് നല്ലെണ്ണ, നമ്മളൊരു 100 മില്ലി നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം, കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി എടുത്തിടാവേ. വെളുത്തുള്ളി അത്യാവശ്യം ഒരു നല്ല ഗോൾഡൻ കളർ ആകുന്നോടം വരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരു അത്യാവശ്യം ഗോൾഡൻ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് മുറിച്ച് വെച്ചത് ഇടാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളകൊന്ന് കുറച്ച് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മസാലപ്പൊടിയായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളൊരു 3 ടീസ്പൂണാണ് എടുത്തത്. നമ്മൾ കടുക് പൊടിച്ച് വെച്ചതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണേ. ഉലുവ പൊടിച്ചതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. കായപ്പൊടി പൊടിച്ചതും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തേ. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാവേ. തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ചതിന് ശേഷമാണ് ഇത് നല്ലപോലെ മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നമുക്കൊന്ന് തിളയ്ക്കുന്നോടും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ എടുത്തിടാം. ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്യണേ. നല്ലപോലെ ഇളക്കി മസാല മാങ്ങ പിടിക്കാൻ പറ്റത്ത. അപ്പോൾ നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഡ്രൈ ആയ പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുക. നല്ല ഡ്രൈ ആയ പാത്രത്തിൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ എല്ലാവരും ഇതേപോലെ നമ്മുടെ അച്ചാറൊന്ന് ഉണ്ടാക്കി പരീക്ഷിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.